നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടുവർ. നമ്മൾ ഇന്ന് നിൽക്കുന്ന അടിമാലിയിലാണ്. ശരിക്കും പറയാമല്ലോ, നമ്മളിപ്പോൾ ഇടുക്കിക്കാരെ സംബന്ധിച്ചോളം നമുക്കറിയാമല്ലോ, വണ്ടി കയറാത്ത പല സ്ഥലങ്ങളുമുണ്ട്. അവിടെയൊക്കെ ജീപ്പ് ആ ഒരു വഴിത്താര ഉണ്ടെങ്കിൽ കയറിപ്പോകുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ ഈ സ്ഥലങ്ങളിലൊക്കെ ഇടുക്കിക്കാരോടൊപ്പം ജീപ്പിനോടൊപ്പം പിടിച്ചു നിൽക്കുന്ന മറ്റൊരു കിടിലൻ വാഹനമുണ്ട്. അതാണ് നമ്മുടെ സ്വന്തം ഓട്ടോറിക്ഷ. ജീപ്പ് പോലെ തന്നെ വണ്ടിയിൽ സാധനങ്ങൾ കയറ്റിയും അതുപോലെ തന്നെ ആളുകളെ കയറ്റിയും ഈ ഇടുക്കിയുടെ ഏത് അറ്റം വരെയും ചെല്ലുന്ന നമ്മളുടെ ഈ ഒരു ഓട്ടോ നമ്മളുടെ കൂടെ ഇന്നുള്ളത് ബജാജിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാക്സിമ എക്സ്ട്രാ വൈഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓട്ടോയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അടിമാലിയിൽ നിന്നും ചിന്നപ്പാറക്കുടി ട്രൈബൽ ഏരിയയിലേക്കാണ്. നമുക്ക് ലോഡ് തോട്ടത്തിലേക്കുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് നമുക്കിന്ന് പോകുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു ബജാജ് മാക്സിമ എക്സ്ട്രാ വൈഡിൻ്റെ പവറും അതുപോലെ തന്നെ ഗ്രേഡബിലിറ്റിയും ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ കണ്ടിട്ട് നമുക്ക് ഒരു ചെറിയൊരു യാത്ര പോയിട്ട് വരാം. അപ്പോൾ നമ്മളോട് നമ്മുടെ ഷിബുച്ചേട്ടനുണ്ട്. ഷിബുച്ചേട്ടൻ്റെ കൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഷിബുച്ചേട്ടൻ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മളിന്ന് ചിന്നപ്പാറക്കുടി ട്രൈബൽ ഏരിയയിലേക്കാണ് പോകുന്നത്. സാധാരണ ജീപ്പാണ് അങ്ങോട്ട് കയറി പോകാറുള്ളൂ. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ കയറിപ്പോൾ പിന്നെ ഈ നമ്മളിപ്പോൾ നോർമലി കൊണ്ടുപോകുമ്പോൾ സാധനം കൂട്ടത്തിൽ ആൾക്കാരെല്ലാമായിട്ടാണ് ആൾക്കാരായിട്ട് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, മനസ്സിലായി. ഇപ്പോൾ എത്ര നാളെ നമ്മുടെ ബജാജിൻ്റെ വണ്ടി എടുത്തിട്ട്? ഞാനിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു 2-3 മാസത്തോളമായി. 3 മാസത്തോളമായി. ഓക്കെ, ശരി. അപ്പോൾ ഏതായാലും എങ്ങനെയുണ്ട് വണ്ടി, എങ്ങനെ ഉണ്ടെന്നുള്ളത് ചോദിക്കുന്ന വീട്ടിൽ നമുക്ക് കാണാൻ കൂടെ ചെയ്യാം. എന്നാലും പറഞ്ഞു. ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലും കയറ്റങ്ങളും കാര്യങ്ങളും കാണും. ഒരുമാതിരിപ്പെട്ട സ്ഥലത്തെല്ലാം ജീപ്പുകളാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ ബജാജിൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കയറ്റങ്ങളും കയറി പോകുന്നുണ്ട്. ലോഡും വെച്ച് ആൾക്കാരെയും വെച്ച് കയറി പോകുന്നുണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇത് എടുക്കാൻ നമുക്കൊരു ഇത് വന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? ശരി ശരി. അപ്പോൾ ഏതായാലും പോയേക്കാം. എത്രാമത്തെ ഗിയറിലാണ് കയറിയേ? ഇതിപ്പോ തേർഡ് 5 ഗിയറാണല്ലോ. 5 ഗിയർ. മൊത്തത്തിൽ അത്യാവശ്യം നല്ല വലിയ വണ്ടി അല്ലേ? വലിയുണ്ട്. സാധാരണ ഈ റൂട്ടിലൊക്കെ വണ്ടി ഓട്ടോറിക്ഷ കയറി പോകാന്ന് പറഞ്ഞത് ഹൗസിംഗ് ആൾട്രേഷൻ ചെയ്തിട്ടാണ് പോണത്. ഓ, അങ്ങനെ ചെയ്തിട്ടാ? അങ്ങനെയാണ് പോണത്. അങ്ങനെയുള്ള വണ്ടികൾ അവിടെ വലിക്കുള്ളൂ, അല്ല സാധാരണ വണ്ടി വലിക്കത്തില്ല. നമ്മുടെ വണ്ടി ഞാൻ ഇതുവരെ 2 പേരെയൊക്കെ വെച്ച് കയറി പോയിട്ടുണ്ട്. മൂന്നാമതൊരു പാസഞ്ചർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. മനസ്സിലായി. ഏകദേശം ഇവിടെ പോലെ നമ്മുടെ കയറ്റം തുടങ്ങുകയാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ കയറ്റം, എൻ്റെ പൊന്നോ, ശരിക്കും പേടിച്ചു പോകുന്ന കയറ്റമാണ്. ഇതുകൊണ്ടോ, ഇതിപ്പോൾ അത്രയും വലിയ കയറ്റം കയറുമെന്ന് ഇനി പുറകോട്ട് ഒന്ന് അങ്ങോട്ട് കാണിച്ചേ പുറകോട്ട്. അത് ഒരു അന്യായ കയറ്റമാണ് ഇനി മുകളിലേക്ക് കയറാനുള്ളത്. വേറെ വണ്ടി ഒന്ന് കയറ്റം കയറി വരുന്നത് ഞാനൊന്ന് കാണിക്കാം. അങ്ങനെ അതെ, ഈ കാണുന്ന ഒരു ഭയങ്കര വലിയ കയറ്റമാണ് നമ്മൾ കയറി വന്നത്. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇനി മുകളിലേക്ക് ഇതേപോലെ തന്നെ കയറാനുണ്ട്. ഭയങ്കര വലിയ കയറ്റങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത്. ഏതായാലും നമുക്കിനി ഇവിടുന്ന് മുകളിലേക്ക് പോകാം. ഇവിടെയുള്ള ആളുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര കയറ്റങ്ങളാണ്. ഇപ്പോൾ ഇതുകൊണ്ടോ, ഈ വണ്ടി കയറി വരുന്ന ഒരു കയറ്റവും കാര്യങ്ങളൊക്കെ കണ്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോ ഓടിച്ച് ഓൾമോസ്റ്റ് ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ചിന്നപ്പാറക്കുടിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കയറുന്ന സമയത്ത് നമുക്കൊന്ന് പേടിച്ചു, അത്രയും ഇതായിട്ടുള്ള കയറ്റങ്ങളാണ്. ഇതിപ്പോൾ നമുക്കൊരു 2-3 പേരെ വെച്ചുകൊണ്ടൊക്കെ ഈ കയറ്റങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ കയറിപ്പോകാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ 3rd സർവീസ് കഴിയാൻ പോകുന്നേ ഉള്ളൂ. 10,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേന് കുറച്ചുകൂടെ പവറിലേക്കൊക്കെ വരും. അപ്പോൾ ഏതായാലും വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഇവിടെ നിന്ന് കണ്ടിട്ട് വരാം. ബജാജിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മാക്സിമ എക്സ്ട്രാ വൈഡിനകത്ത് വരുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് 470cc
4-stroke സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 8.9 HP 3400 RPM. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 2000 RPM 22.7 Nm ടോർക്കാണ് വരുന്നത്. 18% ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ബജാജ് മാക്സിമം വന്നതിന് ശേഷം ജീപ്പിനെ ആശ്രയിക്കാതെ തന്നെ ഒരു 1 ടൺ അടുത്തുള്ള സാധനങ്ങൾ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ടൗൺ ഏരിയ പോലെയല്ല. ടൗൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മാത്രം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും. സാധാരണ ഓട്ടങ്ങൾ ഇത് ഓട്ടത്തിന് ഉപയോഗിക്കാൻ നമുക്ക് സാധനങ്ങൾ അങ്ങോട്ട് ഇത് ഷിഫ്റ്റ് ചെയ്യാനും ഉപയോഗിക്കാം. സിലിണ്ടർ, സിമെന്റ് പോലത്തെ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് കയറ്റിക്കൊണ്ടുവരാം. വരാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഇങ്ങനെ പുറകെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു പേടി, ഫ്രണ്ട് പൊങ്ങി പോകാൻ. അങ്ങനെ ഫ്രണ്ട് പൊങ്ങാനുള്ള ചാൻസുകളൊന്നും ഇതുവരെ നമുക്ക് അനുഭവപ്പെട്ടില്ല. എത്ര ലോഡ് കയറ്റിയാലും ഫ്രണ്ട് പൊങ്ങാൻ സാധ്യതയില്ല. ഇത് കൂടാതെ എന്തൊക്കെയാണ് നമ്മൾ മെയിൻ നമ്മുടെ ഇവിടുത്തെ ഓട്ടത്തിന് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കൂടുതലും ടൂറിസ്റ്റ് പ്ലേസുകളാണ്. ടൂറിസ്റ്റുകൾ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ദിവസത്തേക്കായിട്ട് സൈറ്റ് സീയിങ് കാണാനായിട്ട് വിളിച്ചോണ്ട് പോകും. നമ്മൾ ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ വാടക പറഞ്ഞു പോകുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ കയറ്റമൊക്കെ കയറി വരുന്നതുകൊണ്ട് മറ്റുള്ള ഒരു വീട്ടു സാധനങ്ങളോ അങ്ങനെ വീട് വെക്കാനുള്ള മെറ്റീരിയൽ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരു ശകലം വാടക നമുക്ക് അതിനകത്ത് കൂടുതൽ കിട്ടും. മറ്റേന്ന് പറയുമ്പോഴത്തേന് ടൂറിസ്റ്റുകളെ കൊണ്ട് വരുമ്പോൾ 3-4-5 പേരെ കൊണ്ടൊക്കെ ആയിട്ട് 3-4-5 പേരായിട്ട് സുഖമായിട്ട് വരുമ്പോൾ 3-5 പേര് ഒരു കൊച്ചും അവരുടെ ബാഗും സാധനങ്ങളൊക്കെ മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ടൂറിസ്റ്റുകൾ അങ്ങനെ ഈ ഓട്ടോ ആശ്രയിച്ചോടെ വരുന്നുണ്ട്. അവരിവിടെ വന്നിട്ട് അവര് സാധാരണ വേറെ ബസ്സുകളിലോ അല്ലെങ്കിൽ ട്രാവലർ കാറിലൊക്കെ വന്നിട്ട് അവരുടെ വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ട് അവർ ഓട്ടോ വിളിച്ച് എല്ലാ സ്ഥലങ്ങളും കാണാനായിട്ട്. കാരണം ഇവിടെ ഞങ്ങൾ ലോക്കൽസ് ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ എല്ലാ പ്ലേസുകളും ഞങ്ങൾക്ക് അറിയാലോ. അപ്പൊ അവിടെ എല്ലാം ഞങ്ങൾ കൊണ്ട് കാണിച്ച് അവരെ വൈകിട്ടത്തോടുകൂടി തിരിച്ച് അവരെ സ്ഥലത്ത് കൊണ്ടുവരും. മനസ്സിലായി. ഈ ഇപ്പം സാധാരണ വെച്ച് കഴിഞ്ഞാൽ ഈ താഴ്ന്നു വരുന്ന വണ്ടികൾ കൂടുതലും തന്നെ എറണാകുളം ആ ഭാഗത്തു നിന്നൊക്കെ എറണാകുളം താഴ്ന്നുള്ള വണ്ടികളാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വരുമ്പോഴത്തേനും ഡ്രൈവർമാർക്കും വലിയ എക്സ്പീരിയൻസ് ഒന്നും കാണില്ല. തന്നെയില്ല ഓരോ കയറ്റങ്ങൾ കയറി പോവുകയോ ചിലപ്പോൾ ഓഫ് റോഡായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് നമ്മളെ ഓട്ടോറിക്ഷ വിളിച്ച് അപ്പം നമുക്കറിയാം എവിടെയൊക്കെ കയറിപ്പോവും എവിടെയൊക്കെ പോകില്ല എന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ അവിടെയൊക്കെ കൊണ്ടുപോയി ചുറ്റിക്കറക്കി കാണിച്ച് തന്നെയല്ല ഇവിടെയുള്ള ഈ ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം തന്നെ നല്ല ഹൈറ്റിലായിരിക്കണം. അപ്പൊ അതുകൊണ്ട് കൂടുതലും ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ എല്ലാം ഇങ്ങനെ ഓട്ടോറിക്ഷ ഇതിങ്ങനെ കയറി വരുമ്പോഴത്തേന് അവര് തന്നെ ചോദിക്കും, അവരത് ചോദിക്കും, പേടിയാവും. ചിലരൊക്കെ ഇറങ്ങി പോകുന്ന ആൾക്കാരുണ്ട്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ, ഒറ്റ പോകുന്ന ആൾക്കാർ വരെ ഉണ്ട്. മനസ്സിലായി. നമുക്ക് ഇനിയും കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആയിക്കോട്ടെ. ഇടുക്കിയെ സംബന്ധിച്ചോളം നമ്മൾ ഈ പറഞ്ഞ പോലെ കാടും മേടും വളരെയധികമുള്ള കയറ്റങ്ങളും ഒക്കെ ആയിട്ട് വളരെ പ്രയാസകരമായിട്ട് ജീവിക്കുന്ന ഒത്തിരി ആളുകളുള്ള ഏരിയയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ ആദിവാസി മേഖലകളൊക്കെയാണെന്ന് പറഞ്ഞാലും വളരെ വലിയ രീതിക്കുള്ള ഒരു പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ ഗവൺമെൻറ് പല സ്ഥലങ്ങളും ഇപ്പം നമ്മൾ ഇറങ്ങി വരുന്ന റോഡുകൾ ഉൾപ്പെടെയുള്ള ഇഷ്ടംപോലെ റോഡുകളൊക്കെ ടാർ ചെയ്തും അതുപോലെ തന്നെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം പല വണ്ടികളും ഓൾമോസ്റ്റ് എല്ലായിടത്തും എത്തും. നമ്മൾ ഈ ബജാജ് മാക്സിമയെ സംബന്ധിച്ചുള്ളൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് എക്സ്ട്രാ വൈഡായ ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളാണെങ്കിലും ആളുകളാണെങ്കിലും വളരെ ഈസി ആയിട്ട് എത്ര ദൂരം വേണമെങ്കിലും ഈ കാടും മലയൊക്കെ കടന്ന് എത്താവുന്നതാണ്. ഞങ്ങൾ 2-3 പേര് കൂടി പണിക്കൊക്കെ പോകുമ്പോൾ ഓട്ടോ വിളിച്ചാൽ ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ വീട്ടു സാധനങ്ങൾ ഇത് കണ്ടോ, സാധനങ്ങളൊക്കെ ഇവിടെ കയറ്റി അങ്ങനെ പോരുകയിടത് എല്ലാ ദിവസവും. അങ്ങനെ ഒരു ദിവസത്തെ ഫുൾ അംഗത്തിന് ശേഷം നമ്മളുടെ കുറേ അധികം ടെറൈനുകളല്ലേ, കയറ്റം വേണേ കയറ്റം, പാറ വേണേ പാറ, ചള്ള വേണേ ചള്ള, ഏതൊഴിയൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോയ നിറത്തിൽ അത്രയധികം സ്ഥലങ്ങൾ ഞങ്ങളിവിടെ പോയി. എന്താണ് ഈ റേഞ്ചിലുള്ളവരോട് പുതിയതായിട്ട് നമ്മുടെ ഒരു ബജാജിൻ്റെ മാക്സിമം എടുക്കാൻ പോകുന്നുള്ളവരോട് പറയാനുള്ളത്? സാധാരണ ഒരു ഓട്ടോറിക്ഷ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെയുള്ള ഒരു ഇപ്പൊ പറഞ്ഞില്ലേ, ചള്ളയാണെങ്കിലും ചള്ള, അല്ലെങ്കിൽ കയറ്റമാണെങ്കിൽ കയറ്റം, പാറയാണെങ്കിൽ പാറ, അവിടെ ഒന്നും കയറിയൊന്നും വന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് 100% അതിനകത്ത് ഗ്യാരണ്ടി പറയാം, ഏത് സ്ഥലത്തോടെയും കയറി പൊക്കോളും. മനസ്സിലായി. അത് നമുക്ക് നമ്മൾ എവിടെ ചെല്ലണം ആഗ്രഹിക്കുന്നത് അത് അവിടെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ നല്ല നല്ല റിവ്യൂസ് ആയിട്ട് വരാം. അപ്പം ചേട്ടാ വലിയൊരു താങ്ക് യു. അപ്പോൾ ഇന്നത്തെ പോലെയും ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട് തരുന്ന അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരെ നിങ്ങൾ സ്വന്തം വിഷ്ണു കൊടുവരും നമ്മുടെ ശിവൻ ചേട്ടനും സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ലോഗ്.